സർക്കാർ പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ KSU തുറന്ന പോരിലേക്ക്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്ത് നേതാക്കൾ രംഗത്തെത്തി. പ്രതീക്ഷിക്കാത്ത നിലപാടുകൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഗോകുൽ ഗുരുവായൂരും ജവാദ് പുത്തൂരും. സർക്കാർ തീരുമാനങ്ങളെയെല്ലാം പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് ജിൻഡോ ജോൺ. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാതെയും വിമർശനത്തെ തണുപ്പിക്കാനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. സർക്കാർ പ്ലീഡർ നിയമനങ്ങൾ സംബന്ധിച്ച പ്രതികരണത്തിലാണ് മുഖ്യമന്ത്രി KSUവിനെ ശത്രുപക്ഷത്ത് നിർത്തിയത്. കൺമുന്നിൽ നടക്കുന്ന അനീതിക്കെതിരെ KSUവിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ എത്തിയതോടെ വിവാദം കൊഴുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ പ്രതികരിച്ച KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഇന്ന് തുറന്നടിച്ചു. മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാത്ത നിലപാടെടുക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഗോകുൽ ഗുരുവായൂർ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ആ നിലപാടുകളിലെ പോരായ്മകളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ തിരുത്തേണ്ടത് തിരുത്തിയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചും മുന്നോട്ട് പോകുന്നതിന് പകരം ഇത്തരത്തിൽ പ്രതിഷേധകരമായിട്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നത് തികച്ചും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥി സംഘടനയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനും സമാന വിമർശനവുമായി രംഗത്തെത്തി. KSUവിനെ അവഗണിച്ച് സുഗമമായി ഭരണം നടത്താമെന്ന് കരുതരുതെന്ന് ജവാദ് പുത്തൂർ. UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന്, അതേപോലെ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് KSUവിനെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സുഗമമായിട്ടൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ് ഈ സർക്കാർ എന്നുള്ളത് എല്ലാവരും ഓർക്കണമെന്നുള്ളതാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ജിൻഡോ ജോൺ. സർക്കാർ തീരുമാനങ്ങളെല്ലാം പിന്തുണയ്ക്കുകയല്ല, പാർട്ടിക്ക് ദോഷമില്ലാത്ത നിലപാടുകൾ എടുക്കുകയാണ് ഉത്തരവാദിത്തമെന്ന് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. നേതാക്കന്മാർ ഒരുപാട് ദൂരത്തിലേക്ക് മാറിപ്പോകുന്ന കാലത്തിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കുക എന്നുള്ളതല്ല. ഞങ്ങളുടെ ചുമതല പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് ഒരു തരത്തിലും ദോഷമുണ്ടാക്കാത്ത രീതിയിൽ പാർട്ടിയുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. വിഷയം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. KSUവിനെ തല്ലിയും തലോടിയുമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. KSUവിന് സ്വതന്ത്ര അഭിപ്രായമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി AP അനിൽകുമാർ പരിധിവിട്ട വിമർശനം അനുവദിക്കില്ലെന്ന ശാസ്ത്രം നൽകി. കോൺഗ്രസും KSUവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായ ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ അവർക്കുണ്ട്. അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, അതാരായി കഴിഞ്ഞാൽ. എരുതിയിൽ എണ്ണ ഒഴിക്കാനില്ലെന്നും പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാർ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കേണ്ടതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാനില്ല. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്ന മുഖ്യമന്ത്രി KSUവിനെതിരായി പറയില്ലെന്നും പ്രസിഡന്റിനെ കാണാത്തതിലുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂവെന്നും ദീപ്തി മേരി വർഗീസ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. KSUവിലൂടെയാണ് എല്ലാവരും വന്നതെന്നും തിരക്ക് കാരണമാകാം മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കാത്തതെന്നുമാണ് MLG ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതിരോധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.